റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിൽ മൂന്നാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഒന്നാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ് താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ. അപ്പൊ കേരളത്തിലെ എല്ലാ ആഘോഷ ടീമുകൾക്കും ഹാപ്പി ആഘോഷം. അഖിൽ മാരാർ അങ്ങനെ ഇന്ത്യയുടെ ചക്ക ചിഹ്നത്തിൽ മത്സരിച്ച് 8 നിരയിൽ പൊട്ടിയിരിക്കുകയാണ്. 3 റൗണ്ട് പിന്നിട്ടപ്പോഴത്തേക്കും അഖിൽ മാരാറിന് കിട്ടിയേക്കുന്നത് വെറും 1140 വോട്ടാണ് അല്ലേ. ലോക തോൽവി എന്ന് വേണമെങ്കിൽ പറയാം. ഈ അടുത്ത കഴിഞ്ഞ ഒരാഴ്ചയിൽ നമ്മൾ കണ്ടതാണ് അഖിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറേ വിഷയങ്ങളൊക്കെ. സ്ത്രീകൾ പ്രസവിക്കുന്നത് സുഖമായിട്ടാണ് പ്രസവിക്കുന്നത്, അത് ആ പ്രസവം ഇത്ര വേദനാജനകമാക്കിയെടുക്കുന്ന കേരളത്തിലെ ഡോക്ടർമാരാണ്, ഹോസ്പിറ്റലുകളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു പരാമർശങ്ങളൊക്കെ നടത്തിയ അഖിൽ മാരാർ 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. അപ്പം തൃക്കാക്കരയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും എന്ന് പറഞ്ഞിട്ടാണ് ചക്ക ചിഹ്നത്തിൽ കയറി നിന്ന് മത്സരിച്ചത്. ഒന്നാമത്തെ അഖിലിൻ്റെ കേസ് കെട്ടിൽ നമുക്കറിയാം, നിലപാടെന്ന് പറഞ്ഞൊരു സാധനമില്ലാത്തൊരു വ്യക്തിയാണ് അഖിൽ. ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോകത്തില്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും നല്ലത് ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് മുണ്ടുപൊക്കി നിൽക്കുന്നതാണെന്ന് പറഞ്ഞ അഖിൽ മാരാർ പിന്നെ ബിഗ് ബോസിൽ പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇയാളിൻ്റെ വിചാരം എന്താണെന്ന് ബിഗ് ബോസ് പോലെയാണ് രാഷ്ട്രീയം എന്നുള്ളൊരു തെറ്റിദ്ധാരണയായിപ്പോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. എന്നാലും ലോക തോൽവിയായിപ്പോയി. ഇപ്പോൾ ഇത് ഏറ്റവും വലിയ കോമഡി അതൊന്നുമല്ല. ഇത് റിപ്പോർട്ടർ ടി വിയിൽ ഇതിൻ്റെ ഇടയ്ക്ക് പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി കണ്ട ഉടനെ സുരേഷ് ഗോപിയുടെ കൂടെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് അഖിൽ മാരാർ റിപ്പോർട്ടർ ചാനലിലെ അരുണിനെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ വെല്ലുവിളിക്ക് തിരിച്ച് റിപ്പോർട്ടർ ടി വിയിലെ അരുണ് നല്ല രീതിയിൽ അഖിൽ മാരാറിന് കൊടുക്കുന്നുണ്ട്. ആദ്യം ആ ഒരു വെല്ലുവിളിയൊന്ന് കാണാം, ആ ഒരു വെല്ലുവിളി നോക്കുക. അതിനുശേഷം റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാർ നല്ല രീതിയിൽ വലിച്ചു കീറി എയറിലേക്ക് വിടുന്നുണ്ട് അഖിൽ മാരാറിനെ. ആ ഒരു വെല്ലുവിളി നിങ്ങളൊന്ന് കണ്ടു നോക്കേ. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറിന് എന്റെ വാർത്ത ഞാൻ മുന്നിലാണെന്ന് വായിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കോൺഫിഡൻസ് നല്ലതാണ്, പക്ഷേ ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. കോൺഫിഡൻസ് ആവാം, പക്ഷേ ഇതുപോലുള്ള ഓവർ വല്ല കാര്യം ഉണ്ടായിരുന്നോ? വഴിയെ പോയ വയ്യാവരി എടുത്ത് തലയിൽ വെച്ച അവസ്ഥയാണ്. ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലിന് നിലപാടെന്ന് പറഞ്ഞ സാധനമില്ല. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് യൂത്ത് കോൺഗ്രസ്സിൽ നിന്ന് വന്ന് UDF കുറേ നാൾ UDF താങ്ങിക്കൊണ്ട് നടന്ന് ഈ പറഞ്ഞിട്ടുള്ള VD സതീശിനെയും രമേശ് ചെന്നിത്തലയൊക്കെ താങ്ങിക്കൊണ്ട് നടന്ന് അവസാനം എന്തായി, സീറ്റ് കിട്ടത്തില്ല എന്നറിഞ്ഞപ്പോഴത്തേക്ക് നേരെ മറുകണ്ഠം ചാടി BJPയിലെ NDA സ്ഥാനാർത്ഥിയായി ചക്ക ചിഹ്നത്തിൽ 2020 വേണ്ടി മത്സരിക്കാൻ ഇറങ്ങിയ വ്യക്തിയാണ് ഈ അഖിൽ മാരാർ. അപ്പം ഇച്ചിരിയെങ്കിലും ഇതിപ്പം എനിക്ക് തോന്നുന്നു സീറ്റ് കിട്ടിയില്ലെങ്കിലും ഈ UDF പ്രസ്ഥാനത്തിൽ നിന്നിരുന്ന സമയത്ത് പുള്ളിക്ക് കുറച്ചെങ്കിലും നിലയും വിലയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതും കൂടെ പോയി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ഏറ്റവും എനിക്ക് രസകരമായിട്ട് തോന്നിയത് സംഭവം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇത്രയൊക്കെ ആയിട്ട് തോറ്റിട്ടും പുള്ളിയുടെ വൈഫ് എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് കണ്ട എന്തോ വയ്യായ്മ കണ്ടുണ്ട്, പനിയും കാര്യങ്ങളും കണ്ടുണ്ട്. അപ്പം പനി പിടിച്ചാണെന്ന് അറിയത്തില്ല, എന്തായാലും ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് 2 പേരും കൂടെ ഒരു റീൽസൊക്കെ അങ്ങോട്ട് ഇടുന്നുണ്ട്. തോറ്റിട്ടും ഇത്രയും തൊലിക്കട്ടി നമ്മൾ പറയുമല്ലോ, ഇത്രയും കാണിച്ചു കൂട്ടിയിട്ടും തൊലിക്കട്ടി അപാരം എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു സംഭവമാണ് ഞാൻ കണ്ടത്. എന്തായാലും പുള്ളി മുമ്പക്കൂട്ടി തന്നെ അത് മനസ്സിലാക്കി, 8 നിലയിൽ ഞാൻ പൊട്ടുമെന്നൊക്കെ മനസ്സിലാക്കി. അതുകൊണ്ട് റിസൾട്ട് വരാൻ വേണ്ടി മൊത്തം വോട്ട് എണ്ണിത്തിരുന്നവരെയൊന്നും കാത്തിരുന്നില്ല. അതിന് മുമ്പേ തന്നെ പുള്ളി ഒരു റീൽസ് പുള്ളിയും പുള്ളിയുടെ വൈഫും കൂടെ ചേർന്ന് അങ്ങോട്ട് വിട്ട്. എന്നാൽ ആ ഒരു റീൽസും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകെ. അപ്പോൾ എല്ലാവരും ഇലക്ഷൻ ആഘോഷത്തിലായിരിക്കും, റിസൾട്ടൊക്കെ ആഘോഷിക്കും. ഞങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ കേരളത്തിലെ എല്ലാ ആഘോഷ ടീമുകൾക്കും ഹാപ്പി ആഘോഷം. നിങ്ങൾ ആശുപത്രിയിലാണ് വന്ന് കാണണമെന്നുണ്ടായിരുന്നു, ആശുപത്രിയിലേക്ക്. അപ്പൊ ആഘോഷിക്കേ. കണ്ടല്ലോ എന്താല്ലേ, 2 പേർക്കും ഒരു ഉളുപ്പും ഇല്ല, ഒരു നാണവും ഇല്ല, ഒരു മാനവും ഇല്ല. ഇച്ചിരിയെങ്കിലും നാണമാനം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ദിവസത്തെങ്കിലും ഒന്നും മിണ്ടാതിരുന്നേനെ. എന്തായാലും തോക്കുമെന്ന് മുമ്പക്കൂട്ടി പ്രതീക്ഷിച്ച് വോട്ടെണ്ണി തീരുന്നതിന് മുമ്പേ തന്നെ അഖിൽ മാരാർ ഒരു റീല് പോസ്റ്റ് ചെയ്തേക്കുവാണ്. എന്തായാലും കൊള്ളാം. പിന്നെ അഖിലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഈ പുള്ളി വിചാരിച്ച് വെച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം അങ്ങ് ബിഗ് ബോസ് പോലെയാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്.
ഇയാൾ ബിഗ് ബോസിൻ്റെ അഭിപ്രായങ്ങളാണ് മൊത്തത്തിൽ ബിഗ് ബോസിൻ്റെ അകത്തുള്ള അഭിപ്രായം. ആ സമയത്ത് ഇയാളെ സപ്പോർട്ട് ചെയ്തതിൻ്റെ കുറച്ച് ഓഡിയൻസ് സപ്പോർട്ട് ചെയ്തല്ലോ. ഇപ്പോൾ ബിഗ് ബോസ് ഷോ എന്താണെന്ന് നമുക്കറിയാം. ബിഗ് ബോസ് ഷോയിൽ പോകുന്ന ആളുകളെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊക്കെ നല്ല രീതിയിൽ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഓഡിയൻസും പുറത്ത് ഇയാൾക്ക് ഭയങ്കര സപ്പോർട്ട് എന്നുള്ളൊരു രീതിയിലാണ് ഇയാൾ നടത്തുക. ഇയാൾ വലിയ സംഭവം എന്നുള്ള രീതിയിലാണ് പല കാര്യങ്ങളിലും അഭിപ്രായം പറയുക ഈ അഖിൽ മാരാർ അല്ലേ. അപ്പം അതുപോലെയാണ് ഈ ഇലക്ഷൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്. പല സ്ഥലങ്ങളിലും കയറി നിന്നിട്ട് ഇയാൾ പറയുന്നുണ്ടായിരുന്നു, എന്നെ ബിഗ് ബോസ് ഈ കപ്പടിപ്പിക്കാൻ സഹായിച്ചതുപോലെ ആ ജനങ്ങളെല്ലാം ഇവിടെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യും, എനിക്ക് വോട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ചേനവാന എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഭയങ്കര കവലപ്രസംഗമൊക്കെ പല സ്ഥലങ്ങളിലും നടത്തുന്നുണ്ടായിരുന്നു. 2000 വോട്ടിന് പോലും 2000 വോട്ടിന് പോലും വിജയിച്ചില്ല എന്ന് ഓർക്കുമ്പോൾ, 2000 വോട്ട് പോലും നേടിയിട്ടില്ല എന്ന് ഓർക്കുമ്പോഴത്തേക്കാണ് ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നുന്നത്. എന്തായാലും BJPക്ക് ആകെ ഒരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ NDA ഈ പുള്ളിക്ക് അറിഞ്ഞുകൊണ്ട് കൊടുത്ത സീറ്റല്ല, ഈ പുള്ളി ചോദിച്ച് വാങ്ങിയ സീറ്റാണെന്നാണ് ഇയാൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ഈ തോറ്റ് കഴിഞ്ഞിട്ട് ഇനി NDA പോയി ചീത്ത വിളിക്കത്തില്ല, അവരെനിക്ക് അവിടെ തന്നോണ്ടല്ലേ ഞാൻ തോറ്റത്, അങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും മെഴുകാൻ നിൽക്കത്തില്ല. കാരണം പുള്ളി പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചോദിച്ച് വാങ്ങിയ സീറ്റാണ്, അവിടെ എനിക്ക് ജയിക്കും എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ ചോദിച്ച് വാങ്ങിയെന്നൊക്കെ പല ഇൻ്റർവ്യൂസിലും പറയുന്നുണ്ടായിരുന്നു. എന്നാലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞേക്കുന്ന ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെച്ചുതരാം, അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഞാൻ 10 ദിവസം കൂടെ കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണോ ഇത്തവണത്തെ കപ്പ് എനിക്കാണെന്ന് ഞാൻ ജൂനിയേഴ്സിനോട് പറഞ്ഞത്, അതേ വിളിക്കും കേട്ടോ. ഞാൻ വിളിക്കും 10 ദിവസം കഴിയുമ്പോൾ ഞാൻ പറയാം, അഖിലേട്ടാ ഇന്ന പോലെ എത്ര വോട്ടിന് ജയിക്കുന്നതാണ് ഓപ്പണായിട്ട് ഞാൻ പറയാം. 10 ദിവസം കൂടെ കഴിഞ്ഞ് ഞാൻ പറയാം. ഇച്ചിരി കൂടി നല്ല തൃപ്പൂണിത്തുറയിലായിരുന്നു നിൽക്കാനാണെങ്കിൽ. അല്ല, എന്താ ഞാൻ തൃക്കാക്കര ഫെബ്രുവരി 25-ാം തീയതിയെ സാബു സാറിനോട് ചോദിച്ചുണ്ടല്ലോ, ആണ് എത്രയോ മാർച്ച് 15-നാണ് കൺഫർമേഷൻ വരുന്നത്. ഞാൻ ഫെബ്രുവരി, അതെന്താന്ന് വെച്ചാലേ തൃക്കാക്കരയിലെ സാധ്യത വേറെ ആരും കാണാത്ത സാധ്യതകളാണ് ഞാൻ കാണുന്നത്. എന്താ കണ്ടത്? ഒന്ന് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഫ്ലാറ്റുകളിലും അല്ലാതെയൊക്കെ താമസിക്കുന്ന വോട്ടർമാരിൽ കൂടുതലും കുറച്ച് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് രാഷ്ട്രീയമില്ല അവർക്ക്. അല്ല, ഇവിടെ മതവുമില്ല, അവർക്ക് തൃക്കാക്കരക്കാർക്ക് മതമില്ല കേട്ടോ. അതെനിക്ക് പലതവണ തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ജോസഫിനെയൊക്കെ വേറെ രീതിയിൽ അവതരിപ്പിച്ചിട്ട് പോലും അവര് പുറംകാലിലടിക്കുകയായത്. അതാണ് തൃക്കാക്കര വളരെ ബോധതലത്തിലുള്ള. അതിലേട്ടാ അപ്പം ഈ തൃക്കാക്കര അപ്പം ഉറപ്പിച്ച്, അതായത് കുന്നത്തുനാട് ഒന്ന് ഉറപ്പിച്ചു നമ്മൾ, പിന്നെ ഒന്ന് തൃക്കാക്കര ഉറപ്പിച്ചു. ഓക്കെ, കണ്ടല്ലോ. എന്നാലും ആ കാര്യത്തിൽ തീരുമാനമായി. എന്നാലും NDA ചീത്ത വിളിക്കാൻ ഇനി പോകത്തില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു എയറിൽ നിന്ന് എയറിലോട്ടാണ് അഖിൽ മാരാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീ ഗർഭിണികളുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, സ്ത്രീകൾ പ്രസവിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ വരെ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഡോക്ടർ പരാതി വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു അഖിൽ മാരാറിനെതിരെ. എന്നാലും അതിനൊക്കെ ശേഷം പുള്ളി നിലത്ത് നിന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഇതും കൂടെ ആയപ്പോഴത്തേക്ക് എല്ലാം കൊണ്ടും പുള്ളി അങ്ങ് ശൂന്യാകാശത്ത് വരെ എത്തിയെന്നാണ് തോന്നുന്നത്. ഇനി അരുൺകുമാർ, റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാർ മാത്രമല്ല, പല ന്യൂസുകാരും എടുത്തിട്ട് അലക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാറിനോടാണ് ഈ പറഞ്ഞിട്ടുള്ള അഖിൽ മാരാർ വെല്ലുവിളിച്ചത്. എന്തായാലും അതിന് റിപ്ലൈ അഖിൽ ആദ്യം ഞാൻ വെച്ച് തന്ന വീഡിയോക്കകത്ത് പറഞ്ഞതുപോലെ പറയുന്നുണ്ട്, എൻ്റെ പേര് ആദ്യം പറയും എന്നൊക്കെ പറഞ്ഞല്ലോ. അതിനൊക്കെ ഉള്ളൊരു മറുപടി ഇപ്പം അരുൺകുമാർ തന്നെ ഇന്നത്തെ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകെ. കരുതിയിരുന്ന തൃക്കാക്കരയിലെ റിസൾട്ട് ഞാനങ്ങ് പറയുകയാണ്. അഖിൽ രാജ് എന്ന അഖിൽ മാരാർ 10,000 വോട്ട് പോലും തിരിച്ചു പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 9,161 വോട്ടുമായി 3-ാം സ്ഥാനത്താണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 1-ാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആം ആദ്മി പാർട്ടി കഴിഞ്ഞാൽ അടുത്തത് അഖിൽ രാജാണ്. താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ 24,303 വോട്ടുകൾക്ക് അഖിൽ മാരാർ എന്ന അഖിൽ രാജ് എന്ന അഖിൽ കൊട്ടാത്തല ഇപ്പോൾ പിന്നിലാണ്. ആദ്യം യൂത്ത് കോൺഗ്രസ് ആയിരിക്കുകയും പിന്നീട് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് അവിടെ നിന്ന് തിരിച്ച് യുവമോർച്ചയിലേക്കും BJPയിലേക്കും ഒക്കെ വന്ന് അവിടെ നിന്ന് 2020-ൽ വന്ന് മത്സരിച്ച അഖിൽ മാരാർ കഷ്ടിച്ചു പിടിച്ചിരിക്കുന്നത് 9,161 വോട്ടുകളാണ്. 9,000 എന്താല്ലേ ഇതൊക്കെ ചോദിച്ച് മേടിച്ചതെന്ന് ഞാൻ പറയും. വഴിയെ പോകുന്ന എല്ലാ പാമ്പിനെടുത്ത് തോളി ഇട്ടൊരവസ്ഥയാണ്. വല്ല കാര്യം ഉണ്ടായിരുന്ന തൃക്കാക്കരയിൽ ജയിക്കത്തില്ല, 8 നിലയിൽ പൊട്ടുമെന്ന് അഖിലിന് തന്നെ അറിയായിരുന്നു. പിന്നെ എന്തിനാണ് ഈ കവലപ്രസംഗം അതും നടത്തി ഇത്രയും ഷോ ഓഫ് ഇറക്കിയത്? എന്തായാലും കൊള്ളാം. എന്തായാലും അഖിൽ മാരാറിൻ്റെ ഈ ഒരു അവസ്ഥയെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത്